നമ്മൾ ഓർമ്മശക്തി കൂട്ടാൻ എന്ത് ചെയ്യണം? ഓർമ്മശക്തി കൂട്ടാൻ ഏതാണ്ട് 12 ടെക്നിക്കുണ്ട്. ഞാൻ ആ ടെക്നിക്കുകളുടെ ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങളത് വേണമെങ്കിൽ പ്രിൻസിപ്പലിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പ്രയോഗിക്കണം. അപ്പോൾ ബുദ്ധിശക്തി ഉണ്ടാവും, ഓർമ്മശക്തി ഉണ്ടാവും. പക്ഷെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന 2 ദിവസം മുമ്പ് അവിടെ പോയി നോക്കണം. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ മുഖം കിഴക്കോട്ടാണോ ഇല്ലയോ എന്ന്. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന പരീക്ഷ എഴുതിയാൽ ഒരു 5-10% മാർക്ക് കൂടുതൽ കിട്ടും പരീക്ഷയ്ക്ക്. തെക്കോട്ട് തിരിഞ്ഞിരുന്ന പരീക്ഷ എഴുതുന്നെങ്കിൽ എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ പരീക്ഷയ്ക്ക് 10% മാർക്ക് കുറയും. അവർ 2 ദിവസം പോയി നോക്കിയിട്ട് നിങ്ങളുടെ മുഖം കിഴക്കോട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോട് പറയണം, സാറേ ഞങ്ങളുടെ മുഖം ഒന്ന് കിഴക്കോട്ടാക്കി തരണം. കിഴക്കോട്ടാക്കിയാലുണ്ടല്ലോ ഈ സ്കൂളിന് റിസൾട്ട് 10% കൂടും. ക്രെഡിറ്റ് ആർക്കാണ്? പ്രിൻസിപ്പളിനാണ്. അപ്പോൾ തിരിഞ്ഞ് പഠിക്കണം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ഫ്ലാസ്കിനകത്ത് തണുത്ത വെള്ളം കൊണ്ടുപോകണം. പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തണുത്ത വെള്ളം ഒരു 1/2 ഗ്ലാസ് കുടിച്ചിട്ട് അല്ല 1 ഗ്ലാസ് കുടിച്ചിട്ട് പരീക്ഷ എഴുതാണ്ടല്ലോ ബ്രെയിൻ നല്ല ക്ലാരിറ്റി തിങ്കിങ് ആണ്. അടിച്ച് പറത്തി പരീക്ഷ എഴുതാൻ പറ്റും. ഇനി ആർട്ടിഫിഷ്യൽ നമ്മൾ ഓർമ്മശക്തി കൂട്ടണോ? ചില പരിപാടികളുണ്ട്. ഹിന്ദു സന്യാസിമാർ സന്യസിക്കാനിരിക്കുമ്പോൾ അവർ ബ്രഹ്മി എന്ന് പറഞ്ഞ ചെടിയുടെ വേരും ഇലയും ചവച്ച് കഴിഞ്ഞാൽ പിന്നെ മോറെ കോൺസെൻട്രേഷനാണ്. ഇപ്പോൾ ഇത് ടാബ്ലറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പരീക്ഷ എഴുതാൻ കയറുന്നതിന് മുമ്പ് ഒരു ബ്രഹ്മി ഗുളിക, ആയുർവേദ ഗുളിക വായിലിട്ടിട്ട് അങ്ങ് വിഴുങ്ങിയിട്ട് പരീക്ഷ എഴുതാണ്ടല്ലോ ആട്ടിച്ച് പറത്തി പരീക്ഷ എഴുതാൻ പറ്റും. രണ്ടാമതൊരു സാധനമുണ്ട്. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം സരസ്വതി ദേവിയാണ് വിദ്യയുടെ ദേവത. ആ സരസ്വതി ദേവിയുടെ വലിയൊരു അരിഷ്ടമുണ്ട്, സാരസ്വതാരിഷ്ടം. ഒരു 1/2 ounce കഴിച്ചിട്ട് പരീക്ഷ കയറിയുണ്ടല്ലോ പകർപ്പൻ പരീക്ഷയാണ്. ഞാൻ 179 പരീക്ഷ പാസ്സായ ആളാണ്. 179 പരീക്ഷ. ഏത് പരീക്ഷ കയറിയാലും IAS പരീക്ഷ ഉൾപ്പെടെ ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിക്കും, 1/2 ounce സർവസ്വാഷ്ടം കഴിക്കും. പിന്നുണ്ടല്ലോ കുതിര പോകുന്നല്ല പരീക്ഷ, ആട്ടിച്ച് പറത്തി പരീക്ഷ എഴുതും. അപ്പം ആർട്ടിഫിഷ്യലി ബുദ്ധിശക്തി ഓർമ്മശക്തി കൂട്ടണമെന്നുള്ള ആളുകൾ കുട്ടികളെ ഇത് 2 ഉപയോഗിച്ചിട്ട് പരീക്ഷ എഴുതാണ്ടല്ല പരീക്ഷയ്ക്ക് തകർപ്പൻ മാർക്ക് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ചില പരിപാടികളുണ്ട് പഠിക്കാനിരിക്കുമ്പോൾ, പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞങ്ങളൊക്കെ പുസ്തകം വായിച്ച് ഇങ്ങനെ പഠിച്ച് അങ്ങനെ വായിച്ച് 18-20 മണിക്കൂറൊക്കെ ഇരുന്ന് വായിച്ചു. അങ്ങനെ വായിക്കാൻ പാടില്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനങ്ങനെ വായിച്ച് എൻ്റെ കൺപോള അങ്ങ് വീട് പോയി. ഇടത്തെ കൺപോള 90% അടഞ്ഞിരിക്കുക, വലത്തെ കൺപോള 70%. ഞാൻ എൻ്റെ കണ്ണാടി 2 ഇരുമ്പ് കമ്പ് വെച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാം. ഇല്ലെങ്കിൽ കൺപോള കംപ്ലീറ്റ് അങ്ങ് അടഞ്ഞു പോകും. ആരെങ്കിലും നോക്കിയാലേ ഞാൻ തുറിച്ചു നോക്കാൻ വിചാരിക്കും. ഞാൻ സ്ത്രീകളെ നോക്കാറില്ല. കാര്യം എനിക്ക് എൻ്റെ നോട്ടത്തിന് ദുരുദ്ദേശമുണ്ടെന്ന് സ്ത്രീ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ വല്ല അന്തമുണ്ട്, യാതൊരു അന്തമില്ല. നിങ്ങൾക്ക് ഗതികേടില്ല. ഇപ്പം എൻ്റെ കൂട്ട് പുസ്തകം വായിക്കാൻ കണ്ണുകൊണ്ട് വായിക്കേണ്ട, നിങ്ങൾക്ക് ചെവി കൊണ്ട് പുസ്തകം വായിക്കാം. ഓഡിയോ ബുക്ക്, കമ്പ്യൂട്ടറിൽ കയറി ഓഡിയോ ബുക്കിനകത്തോട്ട് കയറുക, പുസ്തകം കൊണ്ട് അടിച്ചു കൊടുക്കുക, സായിപ്പിരുന്ന് പുസ്തകം വായിച്ച് കേൾപ്പിക്കും. നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ശാന്തമായിട്ട് ഇരുന്നാൽ മതി. ഞാൻ കൊല്ലത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും 5 പുസ്തകം വായിച്ചു കഴിഞ്ഞു. കാരണത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അയാളിങ്ങനെ പുസ്തകം വായിക്കും. വേൾഡ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വായിക്കണം, അടിച്ചു കൊടുത്താൽ കേംബ്രിഡ്ജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് പീറ്റർ സി ഇരുന്ന് അങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ചേരാം. നമ്മൾ കണ്ണ് കേടില്ലാതെ വായിക്കാൻ പറ്റും. 2 ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ പറയണം നമ്മൾ മനസ്സിലാവും ഈ പീറ്റർ സി വായിക്കുമ്പോൾ. എന്നെ 6ാം ക്ലാസ് പഠിച്ചപ്പോൾ സാറിൻ്റെ വാക്കോട് വെച്ച് കിടിനാപ്പത്തൊരു വാക്ക്. 9ാം ക്ലാസ്സിൽ ഒരു BSc ബീഡുകാരി ടീച്ചർ ക്ലാസ്സിൽ വന്നു. ആ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടാപ്പത്തെ വാക്കിനാണ് മറ്റേ അതിനെ കിടിനാപ്പെന്ന് പഠിപ്പിച്ചത്. ഈ ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ DGP ആയിട്ട് ഞാൻ പല സ്ഥലത്ത് ആരുടെ ആ കുട്ടിയെ കിടിനാപ്പ് എന്ന് വെച്ചാൽ SI എൻ്റെ മുഖത്ത് വെച്ചിരിക്കത്തില്ലായിരുന്നു. വീട്ടിൽ ഊസ്മാട്ടം DGP കിടിനാപ്പ് പഠിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ ഓഡിയോ ബുക്ക് കേട്ടാണ്ടല്ലോ കറക്റ്റ് ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നു മനസ്സിലാക്കാൻ പറ്റും. പണ്ട് ഞങ്ങൾ പുസ്തകമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വായിക്കും. അതിനകത്ത് കീടങ്ങളും പൊടിയൊക്കെയാണ് ഭയങ്കര പ്രശ്നം. ഇപ്പോഴോ നിങ്ങൾ നേരെ കമ്പ്യൂട്ടർ കയറി കിൻഡിൽ ഓൺ ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. പുസ്തകത്തിൻ്റെ പേജ് ഇങ്ങനെ വരും. പൊടിയില്ല, ഒരു കൃമികീടമില്ല, പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്ന പാടില്ല, കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിക്കാം, കിടിനാപ്പ് വായിക്കാം. ഇനി പുസ്തകം മുഴുവൻ വായിക്കണോ? വേണ്ട. ഞങ്ങളൊക്കെ പണ്ട് പുസ്തകം മുഴുവൻ വായിച്ചു കേൾക്കും. ഇപ്പോഴോ ബ്ലിങ്കിസ്റ്റ് എന്ന സാധനമുണ്ട്, BLINGIST. പുസ്തകത്തിൻ്റെ പേരങ്ങോട്ട് പഠിച്ചാൽ മതി. ആ പുസ്തകം മുഴുവൻ 5 പേജിൽ സമ്മറൈസ് ചെയ്ത് താഴെ വരും. അപ്പോഴേ താഴെ വരും. ഞങ്ങളൊക്കെ നോൺ ഡീറ്റെയിൽ പഠിക്കാൻ 2 മാസം കളഞ്ഞു. നിങ്ങളോ ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻസർ അടിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് കോപ്പർഫീൽഡിന്റെ മുഴുവൻ സമ്മറി പരീക്ഷയ്ക്ക് വരാൻ സാധ്യത 20 ചോദ്യം ഉത്തരവും അപ്പോഴേ സ്ക്രീനിൽ വരും. 1/2 മണിക്കൂർ കൊണ്ട് നോട്ട് ഡീറ്റെയിൽ പഠിത്തം കഴിയും. ഞങ്ങളൊക്കെ 2 മാസം പഠിച്ച പരിപാടി നിങ്ങൾക്ക് 1/2 മണിക്കൂർ മതി, പരിപാടി കഴിഞ്ഞു.